നമസ്കാരം എല്ലാവർക്കും എൻ്റെ അത് സ്റ്റെഫിയാണ് കേട്ടോ, എൻ്റെ ട്രാവൽ പാർട്ണർ, മൈ ബെസ്റ്റ് ഫ്രണ്ട്. എല്ലാവർക്കും എൻ്റെ ചെമ്പകം വ്ളോഗ്സിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നിങ്ങൾക്ക് ഈ ബ്രിഡ്ജൊക്കെ കാണുമ്പോൾ മനസ്സിലായി കാണും, ഞങ്ങൾ രണ്ടും കൂടി രാവിലെ ഇറങ്ങിയേക്കുന്നത് ആലുവയിലേക്കാണ്. എറണാകുളം ജില്ലയിലെ ആലുവ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് പെരിയാർ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനവും അതിപുണ്യവുമായ ആലുവ മഹാദേവ ക്ഷേത്രത്തിലാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ പ്രശസ്തമായ ശിവക്ഷേത്രങ്ങളിൽ ഒന്നായ ഈ ക്ഷേത്രം നൂറ്റാണ്ടുകളായി ഭക്തരുടെ വിശ്വാസത്തിൻ്റെയും ഭക്തിയുടെയും കേന്ദ്രമാണ്. ജോലി സംബന്ധമായി ഞാൻ എറണാകുളത്തായതിനാൽ എനിക്കിവിടെ പലപ്പോഴും വരാൻ സാധിക്കാറുണ്ട്. ആലുവ ശിവരാത്രിക്കൊന്നും എനിക്ക് വരാൻ പറ്റിയിട്ടില്ല. തിരക്കുകളും ബ്ലോക്കും സമയത്തിനൊന്നും നമുക്കിവിടെ എത്തിച്ചേരാനായിട്ട് സാധിക്കില്ല, ഭയങ്കര തിരക്കായിരിക്കും. അതുകൊണ്ട് പറ്റുന്ന സമയങ്ങളിലൊക്കെ വെളുപ്പിനെയൊക്കെ വന്ന് തൊഴുതിട്ട് പോകാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. പെരിയാറിൻ്റെ തീരത്ത് പ്രകൃതിയുടെ മനോഹാരിതയും ആത്മീയതയും ഒരുമിക്കുന്ന ഈ സ്ഥലം ഇവിടെ എത്തുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ ശാന്തി നിറയ്ക്കുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് കൃത്യമായ രേഖകളൊന്നും ലഭ്യമല്ല. എന്നാൽ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ക്ഷേത്രമാണിതെന്നാണ് ചരിത്രകാരന്മാരുടെ വിലയിരുത്തൽ. കേരളത്തിൻ്റെ തനതായ ക്ഷേത്രവാസ്തുവിധിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ക്ഷേത്രം ഇന്നും അതിൻ്റെ പൗരാണിക ഭംഗി നിലനിർത്തുന്നു. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിരവധി ഐതിഹ്യങ്ങൾ പ്രചരിക്കുന്നുണ്ട്. ഒരു വിശ്വാസം അനുസരിച്ച് മഹർഷി പരശുരാമൻ കേരളം സൃഷ്ടിച്ചതിന് ശേഷം സ്ഥാപിച്ച ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആലുവ മഹാദേവ ക്ഷേത്രം എന്നൊരു വിശ്വാസം. മറ്റൊരു വിശ്വാസം അനുസരിച്ച് പെരിയാർ നദീതീരത്ത് സ്വയം പ്രത്യക്ഷപ്പെട്ട ശിവലിംഗമാണ് ഇവിടെ ആരാധിക്കപ്പെടുന്നത്. ഇവയൊന്നും ചരിത്രപരമായി സ്ഥിരീകരിക്കപ്പെട്ട വിവരങ്ങളല്ല, തലമുറകളായി ഭക്തർ കൈമാറി വരുന്ന ഓരോരോ വിശ്വാസങ്ങളാണിതൊക്കെ. ആലുവ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്നാണ് പെരിയാർ നദിയുമായുള്ള അഭേദ്യമായ ബന്ധം. ക്ഷേത്രത്തിന് സമീപം ശാന്തമായി ഒഴുകുന്ന പെരിയാർ ഈ സ്ഥലത്ത് നിന്ന് ഒരു പ്രത്യേക ആത്മീയ ഭംഗി നൽകുന്നു. രാവിലെ സൂര്യോദയ സമയത്തും വൈകുന്നേരത്തെ ദീപാരാധന സമയത്തും ഇവിടെ എത്തുമ്പോൾ മനസ്സിനൊരു അപൂർവമായ ശാന്തി അനുഭവപ്പെടും. ഈ ക്ഷേത്രത്തെ ലോകപ്രശസ്തമാക്കുന്നത് ആലുവ ശിവരാത്രി മഹോത്സവമാണ്. എല്ലാ വർഷവും ശിവരാത്രി ദിനത്തിൽ ലക്ഷക്കണക്കിന് ഭക്തരാണ് ഇവിടെ എത്തുന്നത്. ക്ഷേത്രത്തോട് ചേർന്നുള്ള ആലുവ മണപ്പുറത്ത് നടക്കുന്ന ശിവരാത്രി ആഘോഷം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശിവരാത്രി ആഘോഷങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ശിവരാത്രി ദിനത്തിൽ ഭക്തർ ഉപവസിക്കുകയും രാത്രി മുഴുവൻ ശിവനാമ ജപത്തിലും ഭജനകളിലും പങ്കെടുക്കുകയും ചെയ്യുന്നു. ഈ ദിവസം മഹാദേവനെ ദർശിക്കുന്നത് ജീവിതത്തിൽ ഐശ്വര്യവും മനഃശാന്തിയും നൽകുമെന്നാണ് വിശ്വാസം. ആലുവ മണപ്പുറത്ത് നടക്കുന്ന പിതൃതർപ്പണവും ബലികർമ്മങ്ങളും ഈ ദിവസത്തിൻ്റെ മറ്റൊരു പ്രധാന പ്രത്യേകതയാണ്. സ്വന്തം പൂർവികരുടെ ആത്മശാന്തിക്കായി ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഇവിടെ എത്തി ചടങ്ങുകൾ നടത്തുന്നു. അതുകൊണ്ട് തന്നെ ശിവരാത്രി ദിനത്തിൽ ആലുവയ്ക്ക് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങളുടെ വലിയ ഒഴുക്കാണ് അനുഭവപ്പെടുന്നത്. ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും പതിവ് പൂജകളും അഭിഷേകവും ദീപാരാധനയും ഭക്തി നിർഭരമായി നടക്കുന്നുണ്ട്. പ്രത്യേക ദിവസങ്ങളിൽ ഭക്തരുടെ തിരക്ക് കൂടുതലായിരിക്കും. ആലുവയിൽ എത്തുന്നവർക്ക് ഈ ക്ഷേത്രം സന്ദർശിക്കുന്നതോടൊപ്പം പെരിയാർ നദീതീരവും ആലുവ മണപ്പുറവും കാണാൻ കഴിയും. നൂറ്റാണ്ടുകളായി ഭക്തരുടെ പ്രാർത്ഥനകൾക്ക് സാക്ഷിയായ ഈ പുണ്യസ്ഥലം ഇന്നും ആയിരക്കണക്കിന് ആളുകൾക്ക് ആത്മവിശ്വാസവും സമാധാനവും നൽകിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ കണ്ടത് ആലുവ മഹാദേവ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും ശിവരാത്രിയുടെ പ്രാധാന്യവും ഒക്കെയാണ്. ഈ വീഡിയോ നിങ്ങളെ ക്ഷേത്രത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ സഹായിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. ഞാനെപ്പോഴും പലപ്പോഴായിട്ടും എപ്പോഴും വരാൻ കൊതിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ക്ഷേത്രമാണിത്. പലപ്പോഴും ഞാനിവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ വ്ളോഗ്സൊക്കെ തുടങ്ങിയത് കാരണം നിങ്ങളിലേക്കിത് എത്തിച്ചേക്കാം എന്നൊരു തോട്ട് എനിക്ക് മനസ്സിൽ വന്നു. ഭഗവാൻ സഹായിച്ച് എനിക്ക് വീണ്ടും ഇവിടെ വരാൻ സാധിക്കുകയും ഈ പരിസരവും മറ്റ് ചുറ്റുപാടും മറ്റു കാര്യങ്ങളുമൊക്കെ എനിക്ക് വീഡിയോ എടുക്കാനുമൊക്കെ ഭഗവാൻ അതിനുവേണ്ടി അനുവദിച്ചു. നിങ്ങൾ ഈ ക്ഷേത്രം സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ കമൻറ്റിലൂടെ പങ്കുവെക്കണേ. ഇതുവരെ ഇവിടെ എത്താൻ അവസരം ഉണ്ടാകാത്തവർക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാവർക്കും അനുഭവിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു യാത്രാ വിശേഷവുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ചെമ്പകം വ്ളോഗ്സ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇനിയും കേരളത്തിലെ ക്ഷേത്രങ്ങളും മനോഹരമായ യാത്രാവിശേഷങ്ങളും കാണാൻ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ബെല്ലൈക്കണും അമർത്താൻ മറക്കരുത് കേട്ടോ.